ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിണ്ടി മസാല ഫ്രൈ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക, അതിനകത്ത് വേറെ കുറച്ച് ചേരുവകളൊക്കെ യൂഷ്വലി നമ്മളിടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. ചെറിയ ജീരകം എല്ലാം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 2 കറിവേപ്പില, ഒരു 3 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ സവാളയുടെ എല്ലാം കളറ് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറെല്ലാം മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1-2 വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അത് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക എല്ലാം നന്നായി വാടി വരുന്നത് വരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഫോഴ്സിൽ ഇട്ട് ഇളക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞു പോകും. പതുക്കെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഞാൻ ഓൾറെഡി സവാള വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. അതുകൂടാതെ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലും കുറച്ച് ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രം ഉപ്പിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. ഇനി നിങ്ങൾക്കിത് ഏത് പരുവത്തിലെത്തുമ്പോഴും ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. കുറച്ച് മല്ലിയിലയും കൂടെ വിതറി നിങ്ങൾക്കിത് ഓഫ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നന്നായി കളറ് മാറി നല്ല കരിഞ്ഞ് മുരിഞ്ഞിരിക്കുന്ന പരുവാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞാനിത് തുറന്ന് വെച്ച് ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി മുരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് അങ്ങനെ അത്രയും മുരിഞ്ഞ് വേണ്ട എന്നാണെങ്കിൽ ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഫോഴ്സിൽ ഇളക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ വെണ്ടയ്ക്ക ഭയങ്കര ഡെലിക്കേറ്റാണ്, അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. പിന്നെ വെണ്ടയ്ക്കയിൽ യൂഷ്വലി നമ്മൾ വഴറ്റാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു സ്ലൈം പോലെ ഒരു വളുവളുപ്പ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറുള്ളത്, വെണ്ടയ്ക്ക നന്നായി കഴുകി അതിലെ വെള്ളമെല്ലാം ഒപ്പിയെടുത്തതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞ് കുക്ക് ചെയ്യാനായിട്ട് ഇടാറ്. അങ്ങനെ ഇടുമ്പോൾ എനിക്ക് ആ വളുവളുപ്പ് വരാത്തതുപോലെ തോന്നാറുണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും ആവശ്യം പോലെ നല്ല കരിഞ്ഞ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ വിതറി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ പുറത്ത് നെയ്യ് പുരട്ടി, അതിനെ ഞാനിവിടെ പറാട്ട എന്നാണ് വിളിക്കുന്നത്, അതിൻ്റെ കൂടെ കഴിക്കാം. അതല്ല വെറും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ ശരി, ബൈ.